കർത്താവ് അതിശയിച്ചു. Jesus was wondered. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. When Jesus saw their great faith, he said that, "Dear son, your sins are being forgiven." Praise the Lord. Shalom Mannaയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. Praise the Lord. We welcome all of you to Shalom Manna. ഇന്ന് ദൈവവചനം കേൾക്കാൻ വന്ന നിങ്ങൾ എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. May God bless all of you who have come to hear the word of God. കാരണം നാം വന്നിരിക്കുന്നത് ദൈവസന്നിധിയിലാണ്. Because we are here in the presence of God. അവന് വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. He can do great things. ഇന്നൊരു പക്ഷേ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടായിരിക്കാം ഒടുവിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത്. Sometimes you may have come in front of this TV after passing through a lot of difficulties. പഴയ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ മറക്കുക. Just forget about all of your old memories. ദൈവം പുതിയത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. God has provided a new life for you. ആ പുതിയ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കണം. Let us hope for that new blessing. ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. Today God will bless you. ദൈവം ചില രോഗികളെ സൗഖ്യമാക്കും. God will heal some people. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. Let us get ready for that. അതിനുവേണ്ടി നിങ്ങൾ സമർപ്പിക്കുക. Let us give ourselves for that. ദൈവവചനത്തിലേക്ക് കടക്കുമ്പോൾ വിശുദ്ധ മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം ബൈബിൾ പഠിപ്പിക്കുന്നു. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി അവൻ അവനോട് തിരുവചനം പ്രസ്താവിച്ചു. When we read Mark chapter 2 verse 2, it is written that, "And many were gathered together, so that there was no longer room for them, no, not even about the door, and he spake the word unto them." ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു 4 പേരെ തെരഞ്ഞെടുത്തു. Here God has chosen 4 people to accomplish a work that is already planned by God. ഒരു സ്ഥലത്ത് ഒരു വ്യക്തി പക്ഷവാതത്താൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ കിടക്കുകയായിരുന്നു. Here a person was not able to live his life happily due to his sickness of palsy. അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആരുമില്ല. There was nobody to get him to a hospital. കൊണ്ടുപോയിട്ടും യാതൊരുവിധ പ്രയോജനവുമില്ല. And there was no use if he reached a hospital. ആകയാൽ വളരെ ട്രീറ്റ് ചെയ്തിട്ടും യാതൊരുവിധ മാറ്റവും വരാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട രോഗി. As he was not able to recover from his disease, everybody left him alone. പക്ഷേ യേശുവിന് എന്തോ ചിലത് ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ കഴിയും. But Jesus can do something for that person. അദ്ദേഹത്തിന്റെ അവയവങ്ങളെല്ലാം മരിച്ചിരിക്കുകയായിരുന്നു. All of his organs were dead. അദ്ദേഹത്തിന്റെ കാലുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു. His legs were dead. അതിന്റെ കൈകൾ മരിച്ചിരിക്കുകയാണ്. His hands were dead. ഒരു വിധത്തിലും ചലിപ്പിക്കുവാൻ കഴിയാതെ താൻ ഒരേ കിടക്കയിലായിരുന്നു. He was not able to move his body parts and he was on the bed. ആ സമയത്തിലാണ് ചിലർ പറഞ്ഞ് അറിയുന്നത് യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. At that time, some people informed him that Jesus is healing many people. മരിച്ച അവയവങ്ങൾ യേശു ക്രിസ്തു ജീവിപ്പിക്കുന്നു. Jesus is giving life to some dead organs. മരിച്ച വ്യക്തികളെ യേശു എഴുന്നേൽപ്പിക്കുന്നു. Jesus is resurrecting some people who are dead. ഇത് കേട്ട 4 പേരുടെ ഉള്ളിനകത്ത് ഒരു ആത്മഭാരമുണ്ടാകുന്നു. There came a dedication in the mind of those 4 people. അവർ ഈ രോഗിയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നു. They went to that sick person. ആ രോഗിയെ എടുത്ത് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. And they fetch him to reach Jesus. യേശു കർത്താവിന്റെ അടുക്കലേക്ക് 4 പേർ ഒരുമിച്ച് അധ്വാനിച്ച രോഗിയെ കൊണ്ടെത്തിച്ചു. The 4 people worked together to get him near to Jesus. ആ 4 പേരും ഒരേ മനസ്സോടുകൂടി നിന്നതുകൊണ്ട് രോഗി യേശുവിന്റെ അടുക്കലെത്തി. Those 4 people were united so that that sick person reached Jesus.
പക്ഷേ യേശു കർത്താവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഭയങ്കര തിക്കും തിരക്കും. But when they reached near Jesus, there was a lot of crowd, അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല. and they were not able to enter inside that house. പക്ഷേ ഈ 4 പേരും പിന്മാറാൻ തയ്യാറല്ല. But that 4 people were not in a position to get behind or get back from their work. ഏതു വിധേനയും യേശുവിൻ്റെ അടുക്കൽ പോകണമെന്ന് അവർ ദൃഢനിശ്ചയത്തിലായി. But they were having a strong desire to reach Jesus. യേശുവിനെ കാണാനാണ് ഞങ്ങൾ വന്നത്, യേശുവിനെ കണ്ടേച്ചേ പോകത്തുള്ളൂ. We have come to see Jesus so that we will only return after seeing Jesus. ഒരു വാതിലിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവിടെ ആൾക്കാർ അങ്ങോട്ട് കടത്തിവിടുന്നില്ല. When they reached near one of the door, the people were not allowing them to enter inside the house. അടുത്ത വാതിലിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവിടെയും കയറ്റി വിടുന്നില്ല. They tried another door. Their situation was the same. അടുത്ത ഡോറിൻ്റെ അടുക്കൽ വന്നല്ലോ അവിടെയും പ്രവേശിക്കാൻ കഴിയുന്നില്ല. Again they went to another door. The situation was same. The people was not അവർ allowing them. തിരികെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചില്ല. Yet they didn't decide to go back to their home. അവർക്കൊന്ന് മനസ്സിലായി, എന്തോ ഒരു ദൈവപ്രവൃത്തി ഉള്ളത് കൊണ്ടാണ് എനിക്ക് മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുന്നത്. They understood that there was going to happen something great. That is why every doors are closed before them. അവർ മുകളിലേക്ക് നോക്കി. They looked upward. ആ വീടിന്റെ മേൽപ്പുരയിലേക്ക് അവർ നോക്കി. They looked to the roof of that house. സ്ട്രക്ചറോട് കൂടിയ രോഗിയെ വീടിന്റെ മേളിലേക്ക് കൊണ്ടുപോയി. They raised that sick person by laying him on a structure to reach the roof of that house. ആ വീടിന്റെ മേൽപ്പുര അവർ പൊളിച്ചു. They unconstructed the roof by removing each parts of that roof. ആ രോഗിയെ സ്ട്രക്ചറോട് കൂടി ആ വീട്ടിനകത്തേക്ക് ഇറക്കി. And they downed that sick person in that structure carefully. യേശു കർത്താവ് അതിശയിച്ചു. Jesus was wondered. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. When Jesus saw their great faith, he said that, "Dear son, your sins are being forgiven." ആ സമയത്തിൽ തന്നെ മരിച്ചതിന് തുല്യമായ വ്യക്തി ചാടി എഴുന്നേറ്റു. At the spot of that time, the man who was like a dead body, he became alive. His organs became alive and he stood up. 4 പേർ ചേർന്നിട്ട് സ്ട്രക്ചർ അവൻ എടുത്തു. The structure which was carried by that 4 people, now this sick person alone took that structure of his own. അവൻ ആ സ്ട്രക്ചറും കൊണ്ട് പുറത്തേക്ക് പോയി. He went out from that home with that structure of his own. കണ്ടവരെല്ലാം അതിശയിച്ചു. Those who saw that wondered. കേട്ടവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു. Everybody wondered when they hear that. ഏറ്റവും അധികം സന്തോഷിച്ചത് ആ 4 പേരായിരുന്നു. But the fact is that 4 people, those who became the happiest. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ സ്ട്രക്ചറിനെയും ഈ രോഗിയെയും ഞങ്ങൾ ചുമക്കുകയായിരുന്നു. When they was coming towards that house, they were carrying that structure. പക്ഷെ തിരിച്ചു പോയപ്പോൾ അവന്റെ സ്ട്രക്ചർ അവൻ തന്നെ ചുമന്നു. But when they were leaving that home and coming back to their own particular respective homes, what happened was that sick person himself took that structure. ആ 4 പേർ ഇവനെ എടുക്കാൻ മനസ്സ് വയ്ക്കാതിരുന്നുവെങ്കിൽ ഇവൻ സുഖമാകത്തില്ലായിരുന്നു. If those 4 persons didn't desire to take that structure to help this sick person, there wouldn't be a healing. 4 പേർ അവരുടെ സമയവും അവരുടെ ആരോഗ്യവും ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചു. When 4 people separated the valuable time, their valuable strength for that single person, there came a healing. നിങ്ങളും ഒരുപക്ഷെ രോഗിയല്ലായിരിക്കാം, നിങ്ങളും ആ 4 പേരിൽ ഒരാളായിരിക്കാം. Sometimes you may not be a sick person, but you can be one of that 4 persons. നിങ്ങൾക്ക് ഇതുപോലെ ഒരു രോഗിയെ ഒരുപക്ഷെ അറിയാമായിരിക്കാം. You may also know about one of this sick person. നിങ്ങൾക്കൊരുപക്ഷെ ഇതുപോലെ അനേക രോഗികളെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കാം. Sometimes you may know a lot of sick people around you.
എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞ യേശുവിനെയും നിങ്ങൾക്കറിയാമായിരിക്കാം. Those who give dignity will be given the dignity. That was the words of Jesus. ആ യേശുവിനെയും ഈ രോഗിയെയും നിങ്ങൾക്കറിയാമെങ്കിൽ, If you know that Jesus and the sick person, നിങ്ങളുടെ ചുമല് ഒന്ന് ആ രോഗിക്ക് കൊടുക്കാൻ നിങ്ങൾ മനസ്സ് വയ്ക്കണം. you have to make a decision to give your shoulders for that sick person. നിങ്ങളുടെ നാവ് ആ രോഗിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. You have to use your tongues for that sick person. നിങ്ങളുടെ മൊബൈൽ ആ രോഗിക്ക് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യണം. You have to use your mobile phone for that sick person. നിങ്ങളുടെ സാമ്പത്തികത്തിൽ ഒരു ചെറിയ ഭാഗം ആ രോഗിക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം. Use a little part of your wealth for that sick person. യേശുവിൻ്റെ അടുക്കൽ എത്തണമെങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം വേണ്ടി വരുമായിരിക്കാം. If you need to reach Jesus Christ, you will surely need all these things. യേശുവിനെ പരിചയപ്പെടുത്തണമെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുമായിരിക്കാം. If you need to describe yourself or describe about that sick person, you will require all these things. ആ വ്യക്തി സൗഖ്യമാകുമ്പോൾ, When that sick person get healed, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ വലുതാകും. your name will be enlarged in heaven. നാം പലപ്പോഴും നമുക്കനുഗ്രഹം എന്ന് ചിന്തിക്കുന്ന കൂട്ടരായിരിക്കാം. Sometimes we always think that we need the blessing. We always need the blessing. ഒരുപക്ഷെ ചില സമയത്ത് ഞാൻ മുഖാന്തരം മറ്റൊരാൾക്ക് അനുഗ്രഹം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. But it will be good, it will be better if you start thinking that if I can be a blessing for someone else. അപ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരുന്നത്. At that time, our life becomes meaningful. പലപ്പോഴും നമ്മുടെ ശരീരവും മനസ്സും സമയവും സാമ്പത്തികവും നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചിലവഴിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് എന്ത് തൃപ്തി നമുക്കുണ്ടാകും? If we spend most of our time, most of our wealth for our own blessing, then what will make you satisfied in your life? മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചിലത് വേർതിരിക്കുമ്പോൾ നമുക്ക് വളരെ സംതൃപ്തി ലഭിക്കും. When you separate some of your valuable time, some of your valuable wealth for someone else, you can acquire a real satisfaction. അത് ദൈവഹിതമാകൊണ്ടാണ് ആ സംതൃപ്തി നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത്. You are experiencing that real satisfaction because it is a plan of God. നമ്മൾ പണിതെടുക്കുന്ന നമ്മുടെ ശരീരത്തിന് പരിമിതികളുണ്ട്. There is a limit for our body which is being developing each and every day by our work. പക്ഷെ നാം നേടിയെടുക്കുന്ന ഒരു ആത്മാവിന് പരിമിതികളില്ല, അത് നിത്യതയിലേക്ക് പ്രവേശിക്കും. But the spirit that has been gained by ourselves will last forever. It does not have a limit. നാം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരായിട്ടല്ല, We should stop living our life just for our need. നാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടെ അല്പം ജീവിക്കുന്നവരായി തീരുക. Let us start living our life to give something for others. ക്രിസ്തുവിൻ്റെ അടുക്കൽ ചിലരെ കൊണ്ടെത്തിക്കുവാൻ, To reach somebody to Jesus Christ. ക്രിസ്തുവിനെ കുറിച്ച് ചിലരോട് സംസാരിക്കുവാൻ, To talk something about the Christ. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചിലത് ചെയ്യുവാൻ. To do something in the name of the Christ. അപ്പോഴാണ് നമ്മുടെ ശരീരവും ആത്മാവും തൃപ്തി പ്രാപിക്കുന്നത്. It is the right point at which your body, your life will gain the real satisfaction. അതിനു വേണ്ടിയിട്ട് ഇന്നൊരു തീരുമാനം നമുക്ക് എടുക്കുവാൻ കഴിയണം. We should have a good mind to take a real, true decision for that. നമുക്ക് മുമ്പിൽ ഒത്തിരി വഴികൾ ഒരുപക്ഷെ അടഞ്ഞു കിടക്കാം. There may be a lot of closed doors in front of us. അസമയത്തിലും വീടിൻ്റെ മേൽപ്പുര പൊളിച്ചിട്ടാണ് എങ്കിലും ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ പൂർത്തിയാക്കണം. But in those situations, we should have a strong confidence, a willpower to reach to our destiny in any way. If it is by unconstructing the roof, you have to choose that. ഒരു വാതിലോ രണ്ട് വാതിലോ അടഞ്ഞു എന്ന് വെച്ച് പിന്മാറുന്നവരായിട്ടല്ല,
മുന്നിലേക്ക് ഗമിക്കുന്നവരായി തീരണം. Let us be not people like who stop searching for doors when they see one or two closed doors. പലപ്പോഴും ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ പുറകിലേക്ക് ഓടുന്നവരാണ് നിങ്ങൾ പലരും. Most of the time we are people who always give up when small troubles come to our life. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയാന്തർഭാഗത്തിൽ ഒരു പ്രേരണ നൽകിയെങ്കിൽ അത് പൂർണ്ണമായി നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കണം. If the Holy Spirit is forcing you to do something, do it right now. ഇന്ന് തന്നെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അനുസരിക്കണം. We should obey the Holy Spirit right tonight. അപ്പോഴാണ് ആത്മാവിൽ നിങ്ങൾ തൃപ്തിപ്പെടുന്നത്. At that time only we can satisfy in our spirit. ദൈവം എന്നെ ഏൽപ്പിച്ച ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. What I am doing is a plan, a work given by my God. അതൊരു തീരുമാനത്തോടെ എടുക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. May God help you to take it as a decision of your life. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. I desire to pray for you. ഞങ്ങൾ അധികമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല ദൈവം എൻ്റെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ആ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടെത്തിച്ചതുപോലെ ഇവർക്കും ദൈവമേ അനേക രോഗികളെ നിരാശയിലായിരിക്കുന്നു, പ്രയാസത്തിലായിരിക്കുന്നു ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ഒപ്പം യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനും ഇവരെ അങ്ങ് സഹായിക്കണം. അതിനുവേണ്ടി അവരുടെ സാമ്പത്തികം, സമയം, ആരോഗ്യം ഒക്കെ അവർ വേർതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണം. അപ്രകാരം തന്നെ അവരുടെ ജീവിതം കൊണ്ട് അത് അർത്ഥവത്തായി തീരുവാൻ, നിത്യതയിൽ അത് ഒരനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അതിനുള്ള പ്രതിഫലം വളരെ വലുതാണെന്നുള്ള ബോധ്യത്തോടെ, അതിനുള്ള പ്രതിഫലം വളരെ വലുതാണെന്നുള്ള അർത്ഥത്തോടുകൂടി മുന്നേറുവാൻ അവരെ സഹായിക്കണം. വചനം കേട്ട എല്ലാ നിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Oh Lord, our Heavenly Father, we thank you for this good time. Lord, thank you for giving a perfect thought from your Holy Scripture to do something else, to do something valuable, to do something great for others than always doing everything for our selfish need. Lord, we pray for every people who are watching us right now in this TV program to make a very blessingful and anointed mind to help others, to share their wealth, to share their time for the healing and for the enrichment of other peoples and other families. Lord, give them a very good mind tonight. Let it happen in the name of Jesus. Lord, thank you for hearing our prayer and blessing this TV program. Let it be a everlasting blessing for all those who hear us tonight. Lord, thank you for hearing our prayer. In Jesus' name, amen.